സഹോദരങ്ങളുടെ മക്കളെ സ്വന്തം മക്കളായി കണ്ട് അവരെ ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ചില മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. ആ കുട്ടികൾ വഴി പിഴച്ചു പോയാലോ തെറ്റായ വഴിയിൽ സഞ്ചരിച്ചാലോ ചിലപ്പോൾ സ്നേഹത്തോടെ അവരെ ഉപദേശിക്കും. ഇങ്ങനെ ആർഭാട ജീവിതം നയിച്ചതിൻ്റെ പേരിലാണ് വെഞ്ഞാറമൂട്ടിലെ ലത്തീഫ് സഹോദരൻ്റെ മകൻ അഫാനെ കുറ്റപ്പെടുത്തിയത്. അതിന് നഷ്ടപ്പെട്ടത് ലത്തീഫിൻ്റെയും ഭാര്യയുടെയും ജീവിതമാണ്. ലത്തീഫിനെ കൊലപ്പെടുത്തിയതിൽ അഫാൻ ഇപ്പോഴും കുറ്റബോധമില്ല. കൂട്ടക്കൊലപാതകത്തിൽ രണ്ടാം ഘട്ട തെളിവെടുപ്പിന് ശേഷം പ്രതിയെ ജയിലിലേക്ക് മാറ്റി. സുഹൃത്ത് ഫർസാന, അനിയൻ അഫ്സാൻ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസ് അഫാനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. ആർഭാട ജീവിതം നയിക്കുന്നുവെന്ന് തന്നെയും മാതാവിനെയും നിരന്തരം കുറ്റപ്പെടുത്തിയതിനാണ് പിതൃസഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയതെന്നാണ് അഫാന്റെ മൊഴി. ആർഭാട ജീവിതം കാരണമാണ് കടം കയറിയതെന്ന് പറഞ്ഞ് ലത്തീഫ് തന്നെയും മാതാവിനെയും നിരന്തരം കുറ്റപ്പെടുത്തിയതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും അഫാൻ. പിതൃസഹോദരനെ തലക്കടിച്ചു കൊന്നതിൽ കുറ്റബോധമോ കൂസലോ ഇല്ലാതെയാണ് അഫാൻ തെളിവെടുപ്പിനിടെ തന്റെ കൊടും ക്രൂരതകൾ വിവരിച്ചത്. പിതാവിന്റെ സഹോദരൻ അബ്ദുൾ ലത്തീഫ്, ഭാര്യ സാജിദ ബീവി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കിളിമാനൂർ പോലീസ് ചുള്ളാളത്തെ ലത്തീഫിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. താൻ 80,000 രൂപ ലത്തീഫിന് നൽകാനുണ്ടായിരുന്നു. ഇതിനെപ്പറ്റിയും നിരന്തരം തർക്കങ്ങളുണ്ടായി. തന്റെ ആർഭാട ജീവിതം കൊണ്ടാണ് കടം കയറിയതെന്ന് പലരോടും പറഞ്ഞിരുന്നു. പിതൃമാതാവ് തന്നെ സാമ്പത്തികമായി സഹായിക്കുന്നതിൽ നിന്ന് ലത്തീഫ് വിലക്കിയതും വൈരാഗ്യത്തിന് കാരണമായെന്നും അഫാൻ മൊഴി നൽകി. വീടിനോട് ചേർന്ന് പറമ്പിലെറിഞ്ഞ ലത്തീഫിന്റെ ഫോണും വീടിന്റെ താക്കോലും തെളിവെടുപ്പിനിടെ പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് അഫാന്റെ പേരുമലയിലെ വീട്ടിലെത്തിച്ച് ആക്രമണത്തിനായി വാങ്ങിയ മുളകുപൊടിയും പോലീസിന് എടുത്തു നൽകി. സിഗരറ്റ്, എലിവശം, ചുറ്റിക, സോഫ്റ്റ് ഡ്രിങ്ക്സ്, മുളകുപൊടി, ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും അഫാനെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. കൂട്ടക്കൊലപാതകത്തിൽ രണ്ടാം ഘട്ട തെളിവെടുപ്പിന് ശേഷം പ്രതിയെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് മാറ്റി. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് കിളിമാനൂർ പോലീസ് അഫാനെ കോടതിയിൽ ഹാജരാക്കിയത്. സുഹൃത്ത് ഫർസാന, അനിയൻ അഫ്സാൻ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസ് അഫാനെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങും. ഇതിനായി നെടുമങ്ങാട് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. ന്യൂസ് 18 തിരുവനന്തപുരം.